നമ്മളെ അഡ്രസ് ആനമങ്ങ പെരിന്തൽമണ്ണ വരുമ്പോ കറക്റ്റ് 7 കിലോമീറ്റർ. പള്ളിപ്പടി സ്റ്റോപ്പാണ്. പള്ളിപ്പടിയിലെ ബസ്സിന് പെരിന്തൽമണ്ണ ചെർപ്പളശ്ശേരി വഴി വരുമ്പോ പാലക്കാട് വഴി പോണ ബസ്സുകളിൽ കയറിയാല് എടത്തറ എന്ന് പറഞ്ഞാൽ അവിടെ ഇറക്കും. ഇത് കരീബിയൻ കവുങ്ങാണ്. ഇത് നല്ലപോലെ കായ്ക്കും. ഭംഗിക്കും വെക്കാം, അടക്ക വെക്കുകയും ചെയ്യാം. നല്ല കവുങ്ങാണ് കരീബിയൻ. ഇത് എല്ലായിടത്തും ഇല്ല, മാർക്കറ്റിൽ ഇല്ലാത്ത സാധനമാണ്. ഇതെനിക്ക് റിട്ടയർഡ് ഓഫീസർ വീട്ടിൽ നിന്ന് കിട്ടിയതാണ്, തൃശ്ശൂരിൽ നിന്ന്. ഒരുപാട് വിറ്റയച്ചു. അത് ഇനിയിപ്പോൾ ഇതും കൂടി ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഇനി പുതിയ തൈ കിട്ടിയിട്ട് വേണം. ഇത് ഉമ്മർച്ചാമ്പ. ഇതില് ഇത് ABR, ഇത് പിന്നെ ജയ 33, ഇത് വിയറ്റ്നാം സൂപ്പർ എർലി. ഇത് ആ ചക്ക പൊട്ടിയതൊക്കെ എല്ലാം കണ്ടില്ല, ഒക്കെ അടിയിൽ പൊട്ടി ഒക്കെ ഇങ്ങനെ തെരഞ്ഞു കൊണ്ടുപോകും. ഇത് ജംബോ റെഡ്, ഈ മൂച്ചുകള്. ഇത് തോട്ടാപ്പൊരി. ഇത് മറ്റേ നാംഡോക്കുമായി വലുത്. ഇതിൻ്റെയൊക്കെ ചെറുതും ഉണ്ട് അവിടെ. തെങ്ങ് കുറ്റിയാടികളുണ്ട്, പിന്നെ ഗംഗാബോർഡുണ്ട്, കേരസരി ഉണ്ട്, TN2D ഉണ്ട്, ചാവക്കാടനുണ്ട്, എല്ലാതും ഉണ്ട്. ഇത് മംഗോസ്റ്റിനാണ്. 4 കൊല്ലം കൊണ്ട് കായ്ക്കുന്ന തൈകളാണ്. വലുത് അവിടെ ഉണ്ട്. 6500 റുപ്യനൊക്കെ ഉണ്ടെന്നതൊക്കെ പോയി. ഇനിയിപ്പോൾ അത് വന്ന് അവിടെ കിട്ടാനുമില്ല. കിട്ടിയാൽ കൊണ്ടുവരും. 250 റുപ്യ മുതലുള്ളതുണ്ട്. ചെറുത് 250, 350, 500, 450 ഇങ്ങനെ പോണു. ഇത് ജാതിയാണ്. കൊച്ചുക്കുടിയിൽ തൃശ്ശൂര് നല്ല വെറൈറ്റി. കൊച്ചുക്കുടിയിൽ എന്ന് പറയും, തൃശ്ശൂരിൽ നിന്ന് എടുത്തതാണ്. ഇതിപ്പോ ഇവിടെ 3000 റുപ്യക്ക് ഇപ്പൊ നിങ്ങൾ അവിടെ പോയി എടുക്കുമ്പോ വരും. ഇത് ഞങ്ങളിപ്പോ ഇവിടെ 1500 റുപ്യക്ക് കൊടുക്കും. ഒരു 10-25 കൂടി ഉണ്ട്, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഈ വലിപ്പത്തിലുള്ളത് കിട്ടൂല. പിന്നെ നല്ല സൈസാണ്, പൂവും കായൊക്കെ ആയതാണ്. മരമുന്തിരി ഇത് 4 സീസൺ ആണ്. 4 പ്രാവശ്യം കായ്ക്കും. നല്ല കായാണ്. ഇപ്പൊ ഇത് കായ്ച്ച് നിന്നിരുന്നതാണ്. ഇനിയിപ്പോ 2 മാസം കൂടി കഴിഞ്ഞാൽ കായ്ക്കും. പൂവുള്ളിടത്ത്. ഇതും 4 സീസൺ ആണ്. ഇത് 3 പ്രാവശ്യം ഇപ്പൊ കായ്ച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ കായ്ക്കും. ഇത് സബാറയാണ്. ഇതൊരു 5 കൊല്ലോടും കഴിഞ്ഞാലേ കായ്ക്കുള്ളൂ. മരമുന്തിരി സബാറ. ഇത് കുറച്ച് താമസം എടുക്കും, ലൈറ്റ് ആയിട്ടേ കായ്ക്കുള്ളൂ. 7 കൊല്ലം വേണം. ഇതിന് ഒരു 3 കൊല്ലോടും കഴിഞ്ഞാൽ കായ്ക്കും. ഇത് മിറാക്കിൾ ഫ്രൂട്ട്. ഇത് നല്ല കായ്ക്കും. ഇതൊക്കെ അതാ പൂവിട്ട് കഴിഞ്ഞു. എപ്പോഴും കായ ഉണ്ടാവും. കുരുല്ലാത്ത ലൈമോന് എല്ലാറ്റിനും പറ്റും. നന്നായിട്ട് 5-8 കിലോനൊക്കെ ഇതുമ്മ ഉണ്ടായിരുന്നു കൊണ്ടുപോയതൊക്കെ. ഇതൊക്കെ എപ്പോഴും കായ്ക്കുന്നതാണ്. 4 സീസണാണ്. കായ്ച്ചിട്ടേ ഇരിക്കും. ഇതൊക്കെ ചെറിയ തൈകളാണ്. പൂത്ത കൊണ്ടുപോകും. കുറ്റിക്കുരുമുളകാണ്. 80 റുപ്യാണ് വില ഒരു തൈക്ക്. ഇത് ചട്ടിയിൽ വെച്ച 6.5 കിലോ മുളക് കൊല്ലത്തിൽ കിട്ടും ഞമ്മക്ക്. എപ്പോഴും പൂത്ത് കായുണ്ടാവും. വിയറ്റ്നാം സൂപ്പർ എയറിലാണ്. 150 റുപ്യ മുതൽ 300 റുപ്യ വരെ വില ഉള്ളതുണ്ട്. വേഗം കായ്ക്കും. ഇത് 4 മാസത്തിൻ്റെ ഉള്ളിൽ ചക്കയാവും. റംബുട്ടാന് മഞ്ഞുണ്ട്, ചോപ്പുണ്ട്, N8 ഉണ്ട്, ജംബോ ഉണ്ട്, സീസർ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പൊ ഇവിടെ അടുത്ത മാർച്ചിൽ കായ്ക്കുന്നുണ്ട്. പിന്നെ 1.5 വർഷം കഴിഞ്ഞാൽ കായ്ക്കുന്നുണ്ട്. നല്ല തൈകളാണ് ഒക്കെ. കല്ലൻസിന്റെ ഉണ്ട്, ഓൺഗ്രോങ്ങിന്റെ ഉണ്ട്. ഇതൊക്കെ ഓൺഗ്രോങ്ങിന്റെ തൈകളാണ്. നല്ല വെറൈറ്റി തൈകളാണ്. നല്ല മൂപ്പുണ്ട്. വിലയും കുറവാണ്. അതൊക്കെ പറഞ്ഞു കൊടുത്ത് വളങ്ങളൊക്കെ ചെയ്യാൻ പറയും. എല്ലാതും ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും നല്ല കായാണ്, നല്ല അനുകൂലങ്ങളാണ്. എല്ലാവരും കായ്ച്ചു എന്ന് പറഞ്ഞു വരുന്നുണ്ട്. നല്ല കായ. ഇതിലൊന്നും വ്യത്യാസമില്ല. ഇതൊക്കെ നല്ല കമ്പനിയുടെ തൈകളാണ്. നല്ല തൈയാണ്. എല്ലാം നല്ല തൈകളാണ്. ഇത് സീറ്റംബായ എപ്പോഴും 4 സീസൺ ആണ്. എപ്പോഴും കായ്ച്ചുകൊണ്ടേയിരിക്കും. നമ്മളെ സവർജലിന്റെ മാർക്ക് കഴിക്കാം. മഞ്ഞ കളർ വരുമ്പോൾ അറച്ച് കഴുകി കഴിക്കാം. ചെറുതും വലുതും ഒക്കെ ആയിട്ട് പല ഐറ്റങ്ങളും ഉണ്ട്. തായ്പേരയാണിത്. നല്ല പഴങ്ങളുണ്ട്. നല്ല എപ്പോഴും കായ്ച്ചുകൊണ്ടിരിക്കും. ആവല് തൊടുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇത് കെട്ടി വെച്ചിട്ടുള്ളത്. നല്ലതായിട്ട് കായ്ക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ഒക്കെ സെയിൽസിന് വെച്ചാൽ അത്ര ആൾക്കാർ കൊണ്ടുപോയിട്ട് ബാക്കിയാണ്. ഇനിയിപ്പോ അടുത്ത് പോകുന്നത് ആണ്. കായ്ക്കാരായിട്ടുണ്ട്. ഇത് ഇപ്പൊ അടുത്ത് പൂക്കും. 2 മാസത്തിന്റെ ഉള്ളിൽ കായ വരും. നല്ല ടേസ്റ്റാണ് പഴം. യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു തരും പഴത്തിനെ പറ്റിയിട്ട്. ഇത് മലേഷ്യന്റെ ഫ്രൂട്ടാണ്. ഇത് ടിഷ്യൂ കൾച്ചർ വാഴയാണ്. എല്ലാ വാഴകളും ഉണ്ട്. ഞാളിപ്പൂവനുണ്ട്, റോബസ്റ്റ് ഉണ്ട്. വലിയ കൊല ഉണ്ടാവും, നന്നായിട്ടുണ്ടാവും. ഇത് ഔക്കാടാണ്. നല്ല
വെറൈറ്റിയാണ്. 550 ഉറുപ്പ്യ ഉള്ളൂ. ചെറുതുണ്ട് 450, 300 ഉള്ളതുണ്ട്. അതും കൊണ്ടുപോകാം. 3 കൊല്ലം കൊണ്ട് കായ്ക്കും. ഇത് മാതള നാരക കായ്ച്ചതാണ്. ഇനിയിപ്പോൾ രണ്ടാമത് കായ്ച്ചിട്ട് വേണം. നന്നായി കായ്ക്കും. നല്ല പഴമാണ്. അതൊക്കെ മരത്തിൽ കായ്ക്കുന്നത്, മരത്തിൽ കയറ്റുന്ന തൈകളാണ്. 1.5 കൊല്ലം കൊണ്ട് കായ്ക്കും. എല്ലാ സാധനവും ഇവിടെ കായ്ച്ച് നമ്മളെ കണ്ണിന്റെ മുന്നിൽ ആൾക്കാർ കൊടുന്നു തരലുണ്ട്. നമുക്ക് 4, 5 ആയിട്ട് അവരെ അറുത്തിട്ട് അറുക്കുമ്പോൾ കൊടുന്നു തരും. അവരെ സന്തോഷവും നമ്മളെ സന്തോഷവും. പിന്നെ ഒന്നും ആരെയൊക്കെ ആൾക്കാർ കായ്ച്ചില്ലെന്ന് പറയാം, അത് അവരെ നോട്ടക്കുറവാണ്. അത് നമ്മളെ ഫോൾട്ടല്ല. അതൊക്കെ പറഞ്ഞ് ബെഡ് മുകളിൽ കാണണം, അടിയിലേക്ക് പോകരുത്, വളം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതേമാതിരി ചെയ്തവർക്കൊക്കെ കായുണ്ട്. അല്ലാത്തവര് പുല്ലും കാട് കെട്ടി അതിന്റെ ഉള്ളിൽ വെച്ച് ഉണങ്ങിപ്പോകും. അങ്ങനെ പോകുന്നുണ്ട്. അത് വളരെ തുച്ഛ ആൾക്കാർ, 1-2 ആൾക്കാരുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ നല്ല അഭിപ്രായമാണ്. എല്ലാവരും സഹകരിച്ച് വീണ്ടും സാധനം കൊണ്ടുപോകുന്നുണ്ട്. നമ്മളും കൃഷിക്കാരനാണ്. ഇപ്പോഴും പാടത്ത് കവുങ്ങ്, തെങ്ങ്, വാഴ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ്. ഇത് കൂടാതെ ഒന്നിലൊന്നും ഒതുങ്ങി നിൽക്കുന്നില്ല. കൃഷി തന്നെ നമ്മുടെ പരിപാടി. ഇപ്പൊ ഇനിയിപ്പോ ഒക്ടോബർ, നവംബർ, ഡിസംബറിൽ വരും. നല്ല പൂക്കൾ വരും. അതൊക്കെ നമ്മൾ പിന്നെ ചാണകപ്പൊടി അല്ലെങ്കിൽ ജൈവവളങ്ങള്, എല്ലുപൊടി, വേപ്പം പുണ്ണാക്കി എന്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊക്കെ ചെയ്താലേ ഇത് ഉണ്ടാവുള്ളൂ. പിന്നെ വെള്ളം മോഹിതനഗർ ഉണ്ട്, ഇന്റർമംഗൾ ഉണ്ട്, പിന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ വെറൈറ്റി കവുങ്ങുകൾ ഇതുണ്ട്, മറ്റേ എന്താണ് ദ്വീപിലെ കവുങ്ങുണ്ട്. പൂച്ചെടികള് അവിടെ ഇറങ്ങുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ വിൽക്കപ്പെടും. എല്ലാ സാധനങ്ങളും ഇതിപ്പോ നാളെ പോകുമ്പോ എന്തൊക്കെ കിട്ടും വെറൈറ്റികൾ അതൊക്കെ കൊണ്ടുവരും. പിന്നെ ഇൻഡോർ, ഔട്ട്ഡോർ എല്ലാ സാധനങ്ങളും ഓരോ സീസണിൽ. ഇപ്പോൾ ഇത് കിട്ടില്ലല്ലോ, കടലാസ് ബുക്കുകളൊന്നും കിട്ടില്ല. ഇനിയിപ്പോൾ അടുത്ത ഒക്ടോബർ, നവംബർ, ഡിസംബറിൽ തുടങ്ങും കടലാസ് ബുക്കുകളുടെ കച്ചവടം. 4-5 ആൾക്കാരുണ്ട്. അതിൽ ആരെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലും ഒന്നിലൊക്കെ ലീവ് എടുത്തിട്ടുണ്ടാവും. അത് കൃഷിപ്പണി എടുക്കണം, ഇവിടുത്തെ പണി എടുക്കണം, എല്ലാ പണിയും എടുക്കും. 7 വയസ്സിൽ ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് എല്ലാ പിന്നെ കൃഷികളും, അന്നത്തെ കാലത്ത് കൃഷിയല്ല അന്ന് കോറ, ചേമ്പ്, കാവത്ത്, ചേന, ഇഞ്ചി, പച്ചമുളക്, കപ്പ പിന്നെ വന്നതാണ് കുറെ കാലം കഴിഞ്ഞിട്ട്. ആദ്യം നാട്ടക്കിഴങ്ങ്, തപ്പക്കിഴങ്ങെന്നും പറയും, 2 പേരിൽ അറിയപ്പെടും. പിന്നെ ചീമക്കിഴങ്ങ് എന്ന് പറയും. ആ വള്ളിക്കിഴങ്ങില്ലേ, ചോപ്പ്. ഇപ്പൊ മാർക്കറ്റിൽ വരുന്ന തമിഴ്നാട്ടിൽ നിന്നാണ്, ഇവിടെ ആരും ഉണ്ടാക്കുന്നില്ല. അപ്പൊ അങ്ങനെ കൃഷിയോടാണ് നമ്മൾക്ക് ഏറ്റവും ഇഷ്ടം. എല്ലാ സാധനങ്ങളും ഉണ്ടാക്കും. ഇഞ്ചി, കോറ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് കോറ എന്താന്ന് വെച്ചാൽ അറിയോ, കാവത്ത് എന്താന്ന് വെച്ചാൽ അറിയോ? ഒന്നും അറിയില്ല. പാൽച്ചേമ്പ് എന്താണ്, ചെറിയമ്പ് എന്താണെന്നൊന്നും അറിയില്ല. അതൊക്കെ അന്ന് ഞങ്ങൾ ഫാദറൊപ്പം കൃഷി ചെയ്യുന്നതാണ്. നിറയെ അന്ന് സ്ഥലമൊന്നുമില്ല, നമ്മളെയൊക്കെ പാട്ടത്തിന് എടുത്തിട്ട് ചെയ്യും. അന്നൊക്കെ ഒക്കെ ബെഡ് ചെയ്യാത്ത ഒരു തൈ കൊടുക്കൂല. അത് നല്ല കമ്പനികളിൽ നിന്ന് നോക്കിയിട്ട് മാത്രം. അത് അങ്ങനത്തെ സാധനങ്ങളും കൊണ്ടുവരും. അല്ല പിന്നെ അതിന് കുറച്ച് വില കോസ്റ്റ്ലി ആവും. അല്ല ചെറുത് ചിലർക്ക് ഇപ്പൊ ഇവിടെ 150 ഉറുപ്പ്യ മുതൽ നമ്മള് തൈജും മൂച്ചിത്തൈജും കൊടുക്കുന്നുണ്ട്. 150 ഉറുപ്പ്യക്ക്. അതും ബെഡ് തന്നെയാണ്. അതും ഈ വലിയ മാവുകൾ അതേ ഇതിലുള്ള ബെഡ് തന്നെയാണ്. പക്ഷെ അവര് നോക്കി ഉണ്ടാക്കണം, നമ്മൾ നോക്കിയാൽ ആവൂല. അതെല്ലാം നന്നായിട്ട് ഓടുന്നുണ്ട്. അത് നമ്മൾ ചെറിയ വിലക്കാണ് കൊടുക്കുന്നത്. വലിയ ലാഭം നമ്മൾ കൊതിക്കുന്നില്ല. അപ്പോഴേ പോവുള്ളൂ. ചെടി വാങ്ങുന്ന പോലെ വളം എടുക്കുമ്പോൾ നമ്മള് എപ്പോഴും 50 ഉറുപ്പ്യ കുറച്ചിട്ടാ കൊടുക്കും. അത് നമുക്ക് ഇതുമ്മ കിട്ടും 10 ഉറുപ്പ്യ. അപ്പൊ അതിമ കിട്ടിയിട്ടില്ലെങ്കിൽ ഇത് അവര് ആ വളം കൊണ്ടുപോകണം. പുറത്തുനിന്ന് വാങ്ങുമ്പോൾ അവർക്ക് ജാസ്തി പൈസയാവും. ഇവിടുന്ന് ഒരിക്കൽ വാങ്ങിയാൽ പിന്നെ ഇവിടുന്നേ വാങ്ങുള്ളൂ. അത് ഒരു പീസിന് 450 ഉറുപ്പ്യക്ക് ഉള്ളൂ അവിടെ കിട്ടുക, അവിടെ മണ്ണുത്തിയില്. അപ്പൊ നമ്മളോട് നിലമ്പൂരിൽ നിന്ന് ഒരാൾ പറഞ്ഞാണ്, ഇങ്ങനെ പീച്ചി ഡാമെന്ന് ഇങ്ങനെ ഇന്ന സ്ഥലത്തേക്ക് പോയാൽ അവിടെ കിട്ടും, ഫോറസ്റ്റ് പോയാൽ മതി. ഞാൻ വണ്ടി പിന്നെ 407 പിടിച്ചിട്ടാ പോയത്. അപ്പോ ഫോറസ്റ്റ് ഓഫീസർ പറഞ്ഞു, നിങ്ങളൊരു കാറോട്ട് വന്നാൽ മതി, ഞങ്ങളിത് അരി മുളപ്പിച്ചതാണ്. മുളയുടെ അരി 4500 ഒരു കിലോന് കൊടുത്തിട്ട് അത് മുളപ്പിച്ചതാണ്. ചെറിയ കവറാണ്, കാറിൽ കൊണ്ടുപോകാനുള്ളൂ. നിങ്ങൾക്ക് ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ വന്നു പറ്റില്ല. പിന്നെ നമ്മളെ അഡ്രസ് ആനമങ്ങ പെരിന്തൽമണ്ണെന്ന് വരുമ്പോ കറക്റ്റ് 7 കിലോമീറ്റർ. പള്ളിപ്പടി സ്റ്റോപ്പാണ്. പള്ളിപ്പടിയിലെ ബസ്സിന് പെരിന്തൽമണ്ണ് ചെർപ്പളശ്ശേരി വഴി വരുമ്പോ പാലക്കാട് വഴി പോണ ബസ്സുകളിൽ കയറിയാല് എടത്തറ എന്ന് പറഞ്ഞാൽ അവിടെ ഇറക്കും.